ഫുൾ ഡേ ഐസ്ക്രീം മാത്രം വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റും. ബട്ട് 100 hours മാത്രമേ സ്പെൻഡ് ചെയ്യാവൂ. അത് കുറച്ച് ഇതായിപ്പോയി. ബട്ട് ചെയ്തിരിക്കും. ഇതൊക്കെ എന്ത് സിമ്പിൾ കാര്യം. അപ്പോൾ ചലഞ്ചിൽ പറഞ്ഞ പോലെ ഇന്നൊരു ഫുൾ ഡേ ഐസ്ക്രീം വെച്ച് സർവൈവ് ചെയ്യാൻ പോവാണ്. നമുക്ക് 100 രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് രാവിലെ കഴിക്കാനായിട്ട് 3 ഐസ്ക്രീമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതും 10ന്റെ ബോൾ ഐസ്ക്രീമാണ്. നമുക്ക് ഐസ്ക്രീം കഴിച്ചോടാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി 100ൽ 30 സ്പെൻഡായി. ഇനി 70 രൂപ ബാലൻസ് ഉണ്ട്. സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. ഞാൻ രാവിലത്തെ ഫുഡ് അടിയും കഴിഞ്ഞ് ചെറിയൊരു ഉറക്കവും പാസ്സാക്കി. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ചലഞ്ചിന്റെ കാര്യമൊക്കെ മറന്നുപോയി. നേരെ കഴിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് ഐസ്ക്രീം മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ബൈക്ക് എടുത്ത് അടുത്തുള്ളൊരു കടയിൽ പോയി കോൺ ഐസ്ക്രീം വാങ്ങിച്ചു. 30ന്റെ കോൺ ഐസ്ക്രീമാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ രാവിലെ 30, ഉച്ചയ്ക്ക് 30, ടോട്ടലി 60 സ്പെൻഡായി. ഇനി ബാലൻസ് 40. ഐസ്ക്രീം ചലഞ്ചൊക്കെ കിടിലാണ്. എത്ര ഐസ്ക്രീം ആണെങ്കിലും കഴിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ ചലഞ്ച് എന്നെ കൊണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വൈകിട്ട് കഴിക്കാനായിട്ട് 2 ഫ്ലേവറുള്ള കപ്പിലുള്ള ഐസ്ക്രീം വാങ്ങിച്ചിട്ടായിരുന്നു. 15 രൂപയാണ്. രണ്ടും കൂടെ 30 രൂപയായി. നേരെ വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങി. വേറെ ഒന്നും നോക്കിയില്ല. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. ഫസ്റ്റ് കഴിച്ചത് ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവറാണ്. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് രണ്ടാമത് സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു. ഇത് അത്യാവശ്യം നൈസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ 100 hours ഐസ്ക്രീം ചലഞ്ചിൽ ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്ത് 90 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും ചലഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്തോ ഗൈസ്. നിങ്ങൾ പറയുന്ന ചലഞ്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം.